ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ എ ജയശങ്കർ, ഏകദേശം ഉറപ്പായിരുന്നു റവാഡ ചന്ദ്രശേഖർ തന്നെ തലപ്പത്തേക്ക് വരുമെന്ന്. ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭാ യോഗം ആ തീരുമാനവും എടുക്കുകയാണ്. നമുക്കൊരു സംശയമുണ്ടായിരുന്നു, ഈ കൂത്തുപറമ്പ് കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടാവുമോ? കാരണം സഖാവ് പുഷ്പനൊക്കെ 5 ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അപ്പോൾ ആ വിഷയത്തിൽ പാർട്ടി എന്തെങ്കിലും എതിരഭിപ്രായം, വിയോജിപ്പ് രേഖപ്പെടുത്തുമോ എന്നുള്ള കാര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്ക് അനഭിമതനാകുമോ എന്ന സംശയമുണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിൽ ഒരു എതിർപ്പും പാർട്ടി മുന്നോട്ട് വെച്ചില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പാർട്ടിയിൽ തിരിച്ചെടുക്കുകയും അദ്ദേഹത്തെ പാർട്ടിയുടെ ഒരു ധീര പോരാളിയായിട്ട് അംഗീകരിക്കുകയും ചെയ്ത CPM-ന്റെ സംബന്ധിച്ചോളം ഈ രവത ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ IPS കാരനോട് പ്രത്യേകിച്ച് ഒരു കാരണം അദ്ദേഹം സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്, കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം കൃത്യമായിട്ട് നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഈ വെടിയേറ്റ് മരിച്ച ഡിവൈഎഫ്ഐക്കാരോട് കുടുംബപരമായിട്ട് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടാണോ? അല്ല. അത്ര അക്രമാസക്തമായ ഒരു സാഹചര്യത്തിൽ ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും ചെയ്യുമായിരുന്ന കാര്യം തന്നെ അദ്ദേഹമായി ചെയ്തിട്ടുള്ളൂ. അതിന് അദ്ദേഹത്തെ കുരിശിൽ തറക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഈ രമൺ ശ്രീവാസ്തവയെ ഇവര് എഴുന്നള്ളിച്ചു കൊണ്ടു നടക്കുമായിരുന്നില്ലല്ലോ. ഈ ചന്ദ്രശേഖരനോടുള്ള എത്രയോ വലിയ എതിർപ്പായിരുന്നു രമൺ ശ്രീവാസ്തവ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറയാത്ത എന്തെങ്കിലും ആക്ഷേപവും അധിക്ഷേപവും ഉണ്ടായിരുന്നു? ഇല്ല. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ ഇവർ DGP ആയിട്ട് കൊണ്ടുവന്നു മാത്രമല്ല, DGPയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ഈ മാന്യദേഹത്തെ ഇവിടെ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായിട്ട് നിയമിച്ചില്ലേ. അപ്പോൾ ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ? ഇതൊന്നും ഒരു വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. അദ്ദേഹം വരട്ടെ, നല്ല ഉദ്യോഗസ്ഥൻ എന്നുള്ളവരൊക്കെ കാര്യങ്ങൾ കാര്യപ്രാപ്തിയോടെ നടത്തട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. എത്രയോ കാലമായിട്ട് പോലീസ് ആസ്ഥാനത്തെ കാര്യങ്ങൾക്ക് എത്രയോ കൊല്ലമായിട്ട് കുത്തഴിഞ്ഞ് കിടക്കുകയാണ് അല്ലെ? സെൻകുമാർ പോയ അന്ന് മുതൽക്ക് ഇത് കേരള IPS-ൽ കേരള കേഡറിനുള്ളിൽ ഏറ്റവും കഴിവില്ലാത്ത ഉദ്യോഗസ്ഥരെ നോക്കി തെരഞ്ഞു പിടിച്ചാണ് ഇവിടെ നിയമിച്ചുകൊണ്ടിരുന്നത്. അനിൽ കാന്തായാലും ശരിയാണ്, ഇപ്പോൾ സ്ഥാനം ഒഴിഞ്ഞു പോകുന്ന നമ്മുടെ ദർവേഷ് സാഹിബാണെങ്കിലും ശരിയാണ്. ഏറ്റവും അപ്രാപ്തരായ ആളുകളെ, ഏറ്റവും കാര്യക്ഷമത കുറഞ്ഞവരെ, ഈ ഇംഗ്ലീഷിൽ മെൻ ഓഫ് സ്ട്രോ എന്ന് പറയും, അങ്ങനെയുള്ള ആളുകളെ, വക്കത്തുരുമ്പ് പോലുള്ള ആളുകളെയാണ് ഇവിടെ ഈ സ്ഥാനത്തൊക്കെ ഇരുത്തുന്നത്. അപ്പൊ അതിന് ഒരു മാറ്റം ഉണ്ടാകട്ടെ. തൻ്റെ ഇടമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്ത് വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം.